الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والفجر وليال العشر والسبع الوتر والليل إذا يسر. ബഹുമാനപ്പെട്ട വേദിയിൽ ഇരിക്കുന്ന ചീഫ് ഗസ്റ്റ് അബ്ദുറഹ്മാൻ അബ്ദുള്ള യൂസഫ് ഫദൽ, ഹജ്ജ് വെൽഫെയറിൻ്റെ വൈസ് ചെയർമാൻമാരായ അഹമ്മദ് പാലയാട്ട്, മുനീർ, ഗഫൂർ, അതേപോലെ തന്നെ PT മുഹമ്മദ് സാഹിബ്, കൺവീനർ സെക്രട്ടറി നാസർ, സദസ്സിലുള്ള നേതാക്കളെ, വോളണ്ടിയർമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹജ്ജ് വെൽഫെയറിൻ്റെ പ്രവർത്തനത്തിൻ്റെ പ്രധാന കണ്ണികളായ വോളണ്ടിയർമാരുടെ മീറ്റാണ് ഇന്നിവിടെ നടക്കുന്നത്. നാളെ മുതൽ അല്ലെങ്കിൽ മറ്റന്നാൾ മുതൽ ഖുർആനിൽ പറഞ്ഞ ഈ 10 ദിവസങ്ങൾ പ്രഭാതത്തെ സൃഷ്ടിച്ചതുകൊണ്ട് അള്ളാഹു ഈ 10 ദിനങ്ങളെക്കുറിച്ച് പറയുകയാണ്. കുറിച്ച് ആ ദിനത്തിൽ തന്നെയാണ് അള്ളാഹുവിൻ്റെ യൂഫർ റഹ്മാനെ സേവിക്കുന്ന ഹജ്ജ് വെൽഫെയറിൻ്റെ മഹത്തായ ഈ ഭടന്മാരുടെ പ്രവർത്തനവും നടക്കുന്നത്. നമുക്കെല്ലാം അറിയുന്നത് പോലെ തന്നെ ലോകത്തൊന്നും ഒരുമിച്ച് കൂടാൻ സാധിക്കാത്ത ഒരു സംഘമാണ് 20ഓളം അതിൽ കൂടുതലായ വ്യത്യസ്ത ആശയക്കാരും വ്യത്യസ്ത അജണ്ടയിലുമുള്ള ആളുകൾ ഒരൊറ്റ വിഷയത്തിന് ഒരുമിച്ച ഹജ്ജ് വെൽഫെയറിനെ പോലെയുള്ള ഒരു സംഘടന എവിടെയും നമുക്ക് കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് എൻ്റെ മുന്നിലുള്ള ഇതിൻ്റെ വളണ്ടിയർമാരോട് 1-2 കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ വളണ്ടിയേഴ്സിൻ്റെ ട്രെയിനിങ്ങിന് വേണ്ടി സിജി ചാപ്റ്റർ ഇതിന് എല്ലാ വർഷവും ട്രെയിനിങ് തരുന്ന സിജിൻ്റെ സംഘാടകർ ഇവിടെയുണ്ട്. അതേപോലെ തന്നെ ബഹുമാനായ ഡോക്ടർ പ്രവർത്തിക്കുന്ന സമയം അത് മറ്റുള്ള രീതിയിൽ ഉള്ള യാതൊരു വിധത്തിലുള്ള ഒരു ഉദ്ദേശവുമില്ലാതെ അതിൻ്റെ ആ ഹജ്ജ് വെൽഫെയറിൻ്റെ ആ പ്രവർത്തനത്തിൻ്റെ ആ ഒരു കൂട്ടായ്മയിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ആ നിയ്യത്ത് ശരിയാക്കിക്കൊണ്ട് മാത്രമായിരിക്കണം നമ്മൾ പ്രവർത്തിക്കുന്നത്. മറ്റൊരു ഉദ്ദേശം നമുക്ക് അതിലുണ്ടാവാൻ പാടില്ല എന്ന് ഞാൻ ബോധ്യപ്പെടുത്തുകയാണ്. അവർക്ക് കുടുംബത്തിനടുത്ത് പോകാനുണ്ടായിരിക്കും, അതേപോലെ തന്നെ മറ്റുള്ളവരടുത്ത് പോകാനുണ്ട്. അതിനൊക്കെ നിങ്ങളതിൻ്റെ ഒഴിവ് സമയം ഉണ്ടാക്കി നിങ്ങൾക്ക് പോകാം, കാണാം. പക്ഷേ ഇതിൻ്റെ യൂണിഫോം അണിഞ്ഞ് പ്രവർത്തിക്കുന്ന സമയത്ത് വേറെ മറ്റുള്ള ഒരു അജണ്ട ഉണ്ടാവരുത് എന്ന് ഞാൻ നിങ്ങളെ ആദ്യം തന്നെ സൂചിപ്പിക്കുകയാണ്. വേറെ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ബഹുമാന്യനായ അബ്ദുറഹ്മാൻ ഫദലാണ് ഇതിൻ്റെ ഉദ്ഘാടനം ഇവിടെ നിർവഹിക്കുന്നത്. ഹജ്ജ് വെൽഫെയർ ഫോറത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ അദ്ദേഹത്തിന് ലഭിച്ചത് നമുക്ക് വളരെയധികം അനുഗ്രഹമാണ്. കാരണം വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ വാപ്പ 40-45 വർഷങ്ങൾക്ക് മുമ്പ് ഹാജിമാർ വരുമ്പോൾ അവരെ സേവിക്കുകയും ആ ഹാജിമാരെ അദ്ദേഹത്തിൻ്റെ ഗുലയിൽ കരിന്തിന ഭാഗത്തുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ കോമ്പൗണ്ടുകളിലെല്ലാം കൊണ്ടുപോയി ദിവസങ്ങളോളം താമസിപ്പിച്ച്, കാരണം കപ്പലിലായിരുന്നു അന്നത്തെ, നിങ്ങൾക്കറിയാവുന്നത് പോലെ തന്നെ കപ്പലിലാണ് ഹാജിമാരെത്താറ്. അവരെ താമസിപ്പിച്ച് ദിവസങ്ങളോളം അവർക്ക് പ്രയാസമുള്ളവരുണ്ടായിരിക്കും, രോഗമുള്ള ആൾക്കാരുണ്ടായിരിക്കും. ഇങ്ങനെ ഒക്കെ അവർക്കൊക്കെ ആ കാലത്ത് സേവനം ചെയ്ത് വരുന്ന ഒരു തലമുറയുടെ ആ മക്കളും ഇന്ന് ഹജ്ജ് വെൽഫെയറിനോടനുബന്ധിച്ച് ഏത് പ്രവർത്തനത്തിലും സജീവമായി ഇത് സാമ്പത്തികമായും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഈ ഹജ്ജ് വെൽഫെയറിനെ കൂടെ സഹായിക്കുന്ന ഒരു പിന്മുറക്കാരനെ തന്നെയാണ് നമുക്കിതിന് ഉദ്ഘാടനത്തിന് ലഭിച്ചത് എന്നുള്ളത് തന്നെ അൽഹംദുലില്ലാഹ് വലിയൊരു അനുഗ്രഹമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ
ആദ്യം NCB ബാങ്ക് ഇവിടെ തുറന്ന് നമ്മൾ ഹാജിമാരെ 800 ചില്ലറ റിയാലുമായി അന്ന് മാറ്റി വരുന്ന ഹാജിമാർക്ക് അദ്ദേഹത്തിൻ്റെ ഫാദറായിരുന്നു അത് മാറ്റി ചില്ലറ കൊടുത്തിരുന്നത് നമ്മുടെ ഹാജിമാർക്ക്. ആദ്യത്തെ ബാങ്ക് പിന്നെ അബ്ദുൽ അസീസ് സ്ട്രീറ്റിലുള്ള നമ്മുടെ ബലത്തിലുണ്ടായിരുന്ന ഉജാജിൻ്റെ അടുത്തുണ്ടായിരുന്ന ബാങ്കിൽ നിന്നായിരുന്നു ആ കാലഘട്ടത്തിൽ നിന്ന് ഹാജിമാർക്കുള്ള സേവനവും മറ്റുള്ള കാര്യങ്ങളും. അതേപോലെ തന്നെ മക്കത്തും അദ്ദേഹത്തിൻ്റെ ഒരു അളിയനുണ്ടായിരുന്നു. ഇപ്പോൾ അടുത്ത് മരണപ്പെട്ട അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ ഭർത്താവ് അബ്ദുള്ളക്ക. ആ അബ്ദുള്ളക്ക ആയിരുന്നു അദ്ദേഹത്തിന് ഇന്ന് 80-85 വയസ്സാണ് ഇവിടെ തന്നെ ഉണ്ടായിരുന്ന. അദ്ദേഹമാണ് നമ്മളെ TTP അബ്ദുള്ള പോലുള്ള അംബാസിഡർ ഫസ്റ്റിൽ ഇവിടെ കൊണ്ടുവന്ന എംബസി ഉണ്ടാക്കിയത്. കാരണം ആ കുടുംബം ഇന്ത്യക്കാർക്ക് വേണ്ടി ഈ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഒരുപാട് കാലം പ്രവർത്തിച്ചു പോകുന്ന ഒരു തലമുറയാണ് എന്നുള്ളത് ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ഈ പറയുന്നത്. അതേപോലെ തന്നെ NCB ബാങ്കിൻ്റെ തുടക്കം കുറിക്കാൻ ഈ അബ്ദുള്ളക്ക ഉണ്ടായിരുന്നു. അവരൊക്കെയാണ് ഇതിനെ കാണിച്ചത്. അങ്ങനെ ഒരാളെ തന്നെ നമുക്ക് അൽഹംദുലില്ലാ ഇതിന് ഉദ്ഘാടനം ചെയ്യാനും ഇവിടെ ലഭിച്ചിരിക്കുകയാണ്. ഞാൻ എൻ്റെ വാക്കുകൾ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ചെറിയ ഒരു ടൈമിൽ ഈ പരിപാടി സമാപിക്കുന്നതാണ്. 2-3 ആശംസ പ്രസംഗവും ഉദ്ഘാടനവുമാണ് ഈ സെക്ഷനിൽ നടക്കുക. ബാക്കി അടുത്ത സെക്ഷൻ വളണ്ടിയർമാരുടെ ട്രെയിനിങ്ങും മറ്റുള്ളതും ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ യൂസുഫ് ക്ഷണിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.